ഗുഡ് ഈവനിങ് നിധ. പേര് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഗുഡ് ഈവനിങ്. ഒരു 1 more minute നിഖിലും പാർത്ഥിവും കൂടി ഒന്ന് ജോയിൻ ചെയ്തോട്ടെ. നമുക്കൊരു 1 more minute വെയിറ്റ് ചെയ്യാൻ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ചേച്ചി നമുക്ക് അതിനു മുമ്പ് ഈ സെഷൻസിന്റെ ഉദ്ദേശം എന്താന്ന് പറയാം. ഇപ്പോൾ നമ്മൾ 12th ഫെബ്രുവരിയിലാണ് ഉള്ളത്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെഷൻസ് ഉണ്ടാവും. ഓക്കെ, നാളെ മാത്രം ഉണ്ടാവില്ല. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 14th ഫെബ്രുവരിയിലായിരിക്കും പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ ഞാനിവിടെ സ്ഥലത്തില്ല, അപ്പോൾ അതുകൊണ്ട് നാളെ ഉണ്ടാവില്ല. 12th സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 14th പിന്നെ 14th മുതൽ നമുക്ക് എക്സാമിന് തലേദിവസം വരെ കണ്ടിന്യൂസ് സെഷൻസ് ഉണ്ടാവും. ഓക്കെ, മേ ബി 1 day ഐ മൈറ്റ് ഗിവ് എ ബ്രേക്ക്, പക്ഷേ സെഷൻസ് ഉണ്ടാവും. ഈ സെഷൻസിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അലോങ് വിത്ത് റിവിഷൻ. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാക്സിമം ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും അതേപോലെ തന്നെ പാസ് ആവാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പൊ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അപ്രോച്ച് കിട്ടുന്നത്. എക്സാം എങ്ങനെ എഴുതണ്ടേ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് വരാൻ സാധ്യതകൾ ഉള്ളത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ടഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈസി ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതിനെ കുറിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അത് കൂടാതെ നമ്മൾ നിങ്ങളുടെ മോക്ക് എക്സാംസ്, നമ്മളൊരു 3 മോക്ക് എക്സാംസ് തരും. അത് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. ആ മോക്ക് എക്സാംസിന്റെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ആ മോക്ക് എക്സാംസ് സോൾവ് ചെയ്യും. നമുക്ക് തന്നു കഴിഞ്ഞിട്ട് ആ മോക്ക് എക്സാംസ് നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി നോക്കിയിട്ട് സോൾവ് ചെയ്യും. ഈ സെഷൻ എന്ന് പറയുന്നത് മാരത്തോൺ സെഷൻ ആണ്. സോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സെഷൻ മാരത്തോൺ സെഷന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ടൈം എന്ന് പറയുന്നത് ആ പറയുന്ന സെഷനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അതാണ് അതിന്റെ ടൈം. സോ ചിലപ്പോൾ എക്സ്റ്റൻഷൻ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 8 to 9, 9:30 എന്നുള്ളത് ചിലപ്പോൾ 10:30 ആവും, 11:30 ആവും, 12:30 ആവും. ഐ വിൽ ബി ദെയർ. ആർക്ക് വേണമെങ്കിലും നിൽക്കാം. ഐ വിൽ ബി കണ്ടിന്യൂസ്ലി ഡൂയിങ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. എക്സാമിന്റെ നെക്സ്റ്റ് ഡേ, അതായത് സോറി തലേ ദിവസം നമ്മൾ എക്സാമിനെ പറ്റിയിട്ടുള്ള ബ്രീതർ സെഷൻ എന്ന് പറയും. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് മുമ്പ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സ്, ടഫറായിട്ട് വരുന്ന ഏരിയാസ്, അതുമാത്രമല്ലാണ്ട് നിങ്ങൾക്കുള്ള ഡൗട്ട്സ്, നിങ്ങൾക്കുള്ള കൺസേൺസ് എല്ലാം നമ്മൾ 1-to-1 സെഷനിൽ നോക്കിയിട്ട് എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി തരും. മോക്ക് എക്സാംസിന്റെ ഇവാലുവേഷൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മോക്ക് എക്സാംസിന് ഇവാലുവേഷൻ ഉണ്ടാവും. ആ മോക്ക് എക്സാമിന്റെ ഇവാലുവേഷൻ നമ്മൾ ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എവിടെയാണ് നിങ്ങൾ വേർ യു ആർ ഗോയിങ് റോങ് ആൻഡ് വേർ യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്, റൈറ്റ്? അപ്പോൾ അതാണ് നമ്മുടെ അപ്രോച്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു 15 to 20 ഡേയ്സിലുള്ള നമ്മുടെ അപ്രോച്ച്. അതാണ് പ്രൈമറി ടാർഗറ്റ് ഇസ് ടു ഫിനിഷ് ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതുകൂടാതെ ചിലപ്പോൾ ഒരു 2-3 ഡേയ്സ്, ലാസ്റ്റത്തെ എക്സാമിന് ഒരു 3 days ബിഫോർ വരെ, 3 days 4 days നമ്മൾ എൻറ്റയർ സിലബസ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യും. സോ ദർ ആർ സമ്മറി നോട്ട്സ് ദാറ്റ് വി ഹാവ് പ്രിപ്പയർഡ്. ആ എൻറ്റയർ സമ്മറി നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ എല്ലാ ടോപ്പിക്കും ക്വിക്ക് സമ്മറി പോലെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് സെഷൻ. ഇന്ന് ജോയിൻ ചെയ്തവരെല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യണം, ഉണ്ടാവണം. എന്തെങ്കിലും സംശയമുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, വി ആർ ദയർ ടു ഹെൽപ്പ് യു. ജോയിൻ ചെയ്യുന്നവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് ഇല്ല. ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ എനിക്ക് പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് സംസാരിക്കണം, അല്ലെങ്കിൽ എന്നോട് ഇഫ് യു വോണ്ട് ടു ഡിസ്കസ് വിത്ത് മീ, ദിസ് ഇസ് മൈ കോൺടാക്ട് നമ്പർ. ഓക്കെ, അത് മാത്രമല്ലാതെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു നോട്ടീസ് ഇസ് ദാറ്റ് ഇത് ഒരു എന്താ പറയാ സ്ട്രക്ചേർഡ് പ്രാക്ടീസ് മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാനേജ്മെന്റ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് ദാറ്റ് യു നീഡ് ടു കം ആൻഡ് റിവൈസ്. അപ്പൊ എന്തെങ്കിലും ടോപ്പിക് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അത് റിവൈസ് ചെയ്യുക, സോ ദാറ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാവും. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ പാർട്ട് ഓഫ് സിലബസ് ഒന്നും ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, ഐഡിയ കിട്ടുന്നത് കേട്ടോ. സോ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ഓഫ് എ ക്വസ്റ്റ്യൻ പേപ്പർ. ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതൊരു ACCയുടെ എക്സാമിനർ റിപ്പോർട്ടിൽ നിന്ന് പല റിപ്പോർട്ടിൽ പാസ്റ്റ് നിന്ന് എടുത്തിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓഫ് കോഴ്സ് 2026 സിലബസിന് വേണ്ടി റീസ്ട്രക്ചർ ചെയ്തിരിക്കുന്ന സിലബസ് ആണ്. ഓക്കെ, സോ ഐ വിൽ ബി ഷെയറിംഗ് വിത്ത് മൈ സ്ക്രീൻ വിത്ത് മീ. കാണുന്നവർ
കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. ഓക്കെ. ബിഫോർ ദാറ്റ് ബെറ്റി, നിഖിൽ ആൻഡ് നെബിൻ ആൻഡ് പാർത്ഥിവ്, നിങ്ങൾ എൻ്റെ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്തായിരുന്നോ? ഞാൻ പറഞ്ഞതുപോലെ ടോപ്പിക്സ് റിവൈസ് ചെയ്തായിരുന്നോ? ഒരു ഫുൾ റിവിഷൻ ചെയ്തായിരുന്നോ എല്ലാവരും? റിവിഷൻ ചെയ്തവർ യെസ് ഇൻ ദ ചാറ്റ് ബോക്സ് കമന്റ് ചെയ്ത്. യെസ്. ഓക്കെ. യെസ്. ഓക്കെ. ബെറ്റി, വാട്ട് അബൌട്ട് യു? ഉണ്ട്, ബട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. നോ പ്രോബ്ലം. ഒരു ഒരു ഏരിയ, ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങനെ I can see Adil and നിധ. നിങ്ങൾ പഠിച്ചതാണോ? ടോപ്പിക്സ് ഒക്കെ ഒന്ന് പഠിച്ചതാണോ? FRന്റെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്തതാണോ? ഓൾമോസ്റ്റ്. ഓക്കെ. ഓക്കെ. വാട്ട് അബൌട്ട് നിധ? കഴിഞ്ഞതാണോ? ഓക്കെ. സോ ഫസ്റ്റ് ഇത് സെക്ഷൻ എ ക്വസ്റ്റ്യൻ ആണ്. സെക്ഷൻ എ ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ. സെക്ഷൻ ദാറ്റ്സ് ഇനഫ്. ഓൾമോസ്റ്റ് ഡൺ മതി. നമുക്ക് അത്രയും മതി. നമുക്ക് ഇത് ഇനി പഠിക്കാമല്ലോ, ഇനി റിവൈസ് ചെയ്യാമല്ലോ. അപ്പൊ നാളെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ. സോ നാളെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. According to the conceptual framework for financial reporting of the International Accounting Standards Board, verifiability means different knowledgeable and independent observers could reach a consensus of faithful representation. ഇതാണ് വേരിഫയബിലിറ്റിയുടെ ഡെഫിനിഷൻ. ഓക്കെ. വേരിഫൈഡ് അപ്രോച്ച് ആൻഡ് ഡെഫിനിഷൻ. ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് സാർ? ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. ഐ വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദി എൻഡ് ഓഫ് ദ സെഷൻ. ലെറ്റ് ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഗെറ്റ് കംപ്ലീറ്റഡ്, ദെൻ നമുക്കത് ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഇപ്പൊ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും എത്രത്തോളം കവർ ചെയ്യാനുണ്ട് എന്നുള്ളത് നിധയ്ക്ക് തന്നെ. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഞാൻ പറഞ്ഞ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. അതേപോലെ നിങ്ങൾക്ക് പേഴ്സണലി ടോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് വിത്ത് മീ ആസ് വെൽ. Which of the following procedure directly verifies the relevant balances are faithfully represented? Which of the following directly verifies that the relevant balances are faithfully represented? Okay, number one, confirming the cash balance by conducting a physical count, confirming the inventory by reviewing the year-end inventory list, confirming the revaluation of land by agreeing the revaluation surplus to a minute of the board meeting where the directors agreed estimates, confirming the carrying amount of the receivables by reviewing the year-end statements issued to the customer date. ഇവിടെ ഇതൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസിലാണ് ചിലപ്പോൾ കുട്ടികൾ അധികം മാർക്ക് സ്കോർ ചെയ്യാത്തത്. ഓക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക് ഒക്കെ യൂഷ്വലി എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്കിപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. റൈറ്റ്. പക്ഷെ ഞാൻ ഫസ്റ്റേ പറഞ്ഞായിരുന്നു ആദ്യത്തെ 2-3 ചാപ്റ്റർ വീഡിയോസ് കാണുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്ഷ്യൽ ഫ്രെയിംവർക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. വേരിഫയബിലിറ്റി ഒന്നുമില്ല. വേരിഫയബിലിറ്റി മീൻസ് നമുക്കൊരു എമൗണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ ഡേറ്റ നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കണം. സോ അതാണ് വേരിഫയബിലിറ്റി എന്ന് പറയുന്നത്. കറക്റ്റ്. അപ്പോൾ നമുക്കൊരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ വെരിഫൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ടിനെ എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റണം. സോ ഇഫ് എനിത്തിങ് യു വോണ്ട് ടു കൺഫേം അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണം. കറക്റ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, റൈറ്റ്, സിനിമ എങ്ങനെയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്സ്പേർട്ടിന്റെ റിവ്യൂ ചെക്ക് ചെയ്യും. യൂട്യൂബിലും എക്സ്പേർട്ടിന്റെ റിവ്യൂ ചെക്ക് ചെയ്യും. മോഹൻലാലിന്റെ സിനിമ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മോഹൻലാൽ ഫാനിനോട് പോയി ചോദിക്കുമോ? അയാൾ നല്ലതെന്നല്ലേ പറയുള്ളൂ. കറക്റ്റ്. അയാൾ ബെസ്റ്റാന്നേ പറയുള്ളൂ. സോ ദാറ്റ് ഇസ് ഇന്റേണൽ സോഴ്സ്. അതിൽ വെരിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിന് വെരിഫിക്കേഷൻ വേണം. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആർക്കും ബയസ്ഡ് ആയിട്ട് ഇല്ലാത്ത ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് വെരിഫിക്കേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൺഫേമിംഗ് ദ ഇൻവെന്ററി ബൈ ഹിയറിംഗ് ദ ഇൻവെന്ററി ലിസ്റ്റ്. ആര് പ്രിപ്പയർ ചെയ്ത ലിസ്റ്റ്? കമ്പനി പ്രിപ്പയർ ചെയ്ത ലിസ്റ്റ്, ഇന്റേണൽ ഡോക്യുമെന്റ്. അത് വെച്ച് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല.
Sorry, you cannot verify with that. Second, confirming a revaluation by agreeing to the board minute. Again, board minute is an internal document. അത് വെച്ചിട്ട് നമുക്ക് വെരിഫിക്കേഷൻ കൺഫേം ചെയ്യാൻ പറ്റില്ല. ബോർഡ് മിനിറ്റിൽ എന്തും പറയാമല്ലോ, ലാൻഡിന്റെ വാല്യൂ ഇത്രയുണ്ട് അത്രയുണ്ടെന്ന്. സത്യാവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തുള്ള ലാൻഡിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. കൺഫേമിംഗ് ദ ക്യാരിങ് amount of receivable by year in the statements issued to the customers. കമ്പനി കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ്മെന്റ്സ് ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. കസ്റ്റമർ തരുന്ന സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്ന് വേണം വെരിഫൈ ചെയ്യാൻ. കമ്പനി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഇന്റേണൽ ഡോക്യുമെന്റ്. അപ്പൊ എക്സ്റ്റേണൽ ഡോക്യുമെന്റ് വേണം വെരിഫൈ ചെയ്യാൻ. ഇതിലാകെയുള്ള എക്സ്റ്റേണൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓപ്ഷൻ എ. എന്തുകൊണ്ടാണ് അത് ഓപ്ഷൻ എ എന്ന് പറയുന്നത്? കാരണം ഫിസിക്കൽ കൗണ്ട് നമ്മൾ തന്നെ പോയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ, റൈറ്റ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റർ വന്നിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് വെരിഫയബിലിറ്റി. അത് നമുക്ക് പക്കയായിട്ട് നമുക്കതിനെ വെരിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. സോ ഇതാണ് കറക്റ്റ് ആൻസർ, കൺഫേമിംഗ് ദ ക്യാഷ് ബാലൻസ് ബൈ കണ്ടക്ടിങ് എ ഫിസിക്കൽ കൗണ്ട്. ഓക്കെ, സോ കോൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന്റെ ക്വസ്റ്റൻ ആണ് സെക്ഷൻ എയിൽ വന്നിരിക്കുന്നത്. സോ അറിയാലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. ആൻഡ് ഇറ്റ്സ് എ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ. സെപ്റ്റംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് പഴയതാണ്, ദാറ്റ്സ് ഓക്കെ. നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും സ്റ്റാൻഡേർഡിലൊന്നും വലിയ മാറ്റം വരുത്തില്ല, ചെയ്യുന്നത് നല്ലതാ. അപ്പോൾ മനസ്സിലായാലോ, അതായത് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് സ്കിപ്പബിൾ പോർഷൻ അല്ല, അതൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് തന്നെ വായിച്ചിട്ടില്ലെങ്കിൽ പോയി വായിച്ചേക്കുക, അല്ലെങ്കിൽ വീഡിയോസ് ബാക്കി നിങ്ങൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവർ വീഡിയോസ് കാണുക, നെബിൻ, ബെറ്റി, നിഖിൽ, പാർത്ഥിവ് എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cyanide had the following bank loans outstanding during the whole 2007, which form the company's general borrowings for the year. 9% loan note, 11% loan note. Cyanide has begun construction of qualifying asset on 1st April X7, and 12 million of the loan funding was transferred to the construction project on that date. On 1st August, an additional 4 million was transferred for the same purpose. Calculate the borrowing cost. സോ ഇത് എന്തിന്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്? ബോറോയിങ് കോസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബോറോയിങ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വെരി സിമ്പിൾ, ലോൺ എമൗണ്ട് യൂസ്ഡ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷെ ഇവിടെ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പെർസെൻറ്റേജ് എടുക്കണം? അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ്? രണ്ട് ടൈപ്പ് ഓഫ് ലോൺ തന്നിട്ടുണ്ട്. ദീസ് ആർ ജനറൽ ബോറോയിങ്സ്. ജനറൽ ബോറോയിങ്സ് ഉണ്ടെങ്കിൽ ബോറോയിങ് കോസ്റ്റ് IAS 23 സ്റ്റാൻഡേർഡ് പ്രകാരം വി ഷുഡ് യൂസ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. ബോറോയിങ് റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ, ഓപ്ഷൻ 1. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? IAS 23 ബോറോയിങ് കോസ്റ്റ് ആണ്. വി ഷുഡ് യൂസ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ഞാൻ ഇതൊന്ന് ഇങ്ങനെ കാണിക്കാം, സോ ദാറ്റ് നമുക്ക് ഡേറ്റയും പക്കയായിട്ട് കിട്ടുമല്ലോ. സോ 9%, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഫൈൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. സോ W വെയ്റ്റഡ് ആവറേജ്. സോ ഇതിനെ വിളിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്നാണ്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് ക്യാപിറ്റലൈസേഷൻ റേറ്റ്, WACR എന്ന് ഞാൻ വിളിക്കാം. അപ്പൊ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 9% ലോൺ. ഓക്കെ, നമുക്ക് ഫോർമുല ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലോൺ A പെർസെൻറ്റേജ് ഇൻറ്റു ലോൺ A ഡിവൈഡഡ് ബൈ ടോട്ടൽ ലോൺ. Loan A percentage into loan A divided by total loan plus loan B percentage into loan B divided by total loan. Okay, ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ലോൺ എ എന്ന് പറയുന്നത്? 9%, എമൗണ്ട് എത്രയാ? 30. ലോൺ ബി എന്ന് പറയുന്നത് 11%, എമൗണ്ട് 48. ടോട്ടൽ എമൗണ്ട് വരുന്നത് 30 + 48 78. നോർമൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, റൈറ്റ്. സോ 9% ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 78 പ്ലസ് 11% ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 78. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദ ഫോർമുല. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? 9% into 30 divided by 78, which is 0.3462. Okay, സെക്ഷൻ എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ബോറോയിങ് കോസ്റ്റ് പെർസെൻറ്റേജ് എടുക്കുമ്പോൾ കെയർഫുൾ ആയിട്ടിരിക്കുക. എപ്പോഴും ഹോൾ നമ്പറിലേക്ക്, അതായത് ഇവിടെ 0.3462 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻറ്റു 100 ഇസ്
3.461. സോ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക 3.5% ആയിട്ട് എടുക്കുക. സോ ദിസ് ഇൻറ്റു 100 ഇസ് 3.461. ഇതിനെ 3.5 ആയിട്ട് എടുക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 ഡെസിമൽ പോയിന്റ് വരെ കൺവേർട്ട് ചെയ്തിട്ട് പെർസെൻറ്റേജ് 1 ഡെസിമൽ പോയിന്റ് വരെ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുക്കുക. ഫസ്റ്റ് ഈ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം ഈ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുക. ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പെർസെൻറ്റേജിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതെടുക്കുക. ഓക്കെ, സോ വിച്ച് ഇസ് ഇൻറ്റു 100 എന്ന് പറയുന്നത് 6.7. സോ വിച്ച് ഇസ് 6.8 ആയിട്ട് എടുക്കാം. 6.8%. ഓക്കെ, സോ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 3.5% പ്ലസ് 6.8% എന്ന് പറയുന്നത് 10.3% ആണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ? നൗ യു സീ ദ ഡിഫറൻസ് വരുന്നത് കണ്ടോ? നമ്മൾ ഹോൾ നമ്പർ ആയിട്ട് എടുത്തപ്പോൾ ഇറ്റ് ബിക്കെയിം 10.3%. ഇവിടെ നോർമൽ ആയിട്ട് എടുത്തപ്പോൾ 10.23% ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ചില സമയത്ത് ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്പേഴ്സ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാ ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. ഓക്കെ, നമ്മൾ 30 മില്യൺ വെച്ചല്ല മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, 48 മില്യൺ വെച്ചല്ല മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. കെയർഫുൾ ആയിരിക്കുക. ദാറ്റ് ഇസ് ജനറൽ ബോറോയിങ്. നമ്മുടെ അടുത്ത് ഇത്ര എമൗണ്ട് ഓഫ് ലോൺ ഉണ്ട്, ഇത്രയാണ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്. അതാണ് ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എത്ര ഫണ്ട്സ് യൂട്ടിലൈസ് ചെയ്തു, ഹൗ മച്ച് ഫണ്ട്സ് ഡിഡ് വി യൂസ്, അതിനെ ബേസ് ചെയ്തിട്ട് വേണം ബോറോയിങ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. വിച്ച് ഇസ് കൺസ്ട്രക്ഷൻ ബിഗാൻ ചെയ്തത് ഫസ്റ്റ് ഏപ്രിൽ 2007 എഫ് ആറിൽ ഡേറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡേറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇയർ എൻഡ് ഇസ് 31st December. സോ ഏപ്രിൽ ടു ഡിസംബർ, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 9 months ഉണ്ട്. സോ വിച്ച് ഇസ് ഇവിടെ എത്ര എമൗണ്ടാണ് നമ്മൾ എടുത്തത്? $12 million ഇൻറ്റു 3.5% ഇൻറ്റു 9/12. So 12 into 3.5% into 9/12. Okay. Sorry, 3.5 അല്ല. സോറി, എനിക്ക് തെറ്റിപ്പോയി. 10.3. ഷോ, ഞാൻ എന്ത് ബോധത്തിലാണോ പറഞ്ഞത്? 10.3. ഓക്കെ, സോ 12 million. ഞാൻ ഇതെല്ലാം ഹോൾ നമ്പേഴ്സിൽ തന്നിരിക്കുന്നുണ്ട്, ഞാനും ഹോൾ നമ്പേഴ്സിൽ എടുക്കാം. സോ ദാറ്റ് ഇസ് 927. സോ ഇവിടെ ഇറ്റ് ഷുഡ് ബി 10.3. സോറി കേട്ടോ, 10.3% ഇൻറ്റു 9/12. നെക്സ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇപ്പോൾ 12 മില്യൺ നമ്മൾ ഫസ്റ്റ് ഏപ്രിൽ എടുത്തു. രണ്ടാമത്തത് ഫസ്റ്റ് ഓഗസ്റ്റിൽ നമ്മൾ എത്ര എടുത്തു? അഡീഷണൽ 4 മില്യൺ എടുത്തു. സോ $4 million ഇൻറ്റു 10.3% ഇൻറ്റു എത്ര മാസമുണ്ട്? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 5 മാസം ഇൻറ്റു 5/12. സോ ഇൻറ്റു 10.3% ഇൻറ്റു 5/12. So it will be 214,583. So total എത്രയായിരിക്കും വരിക? സോറി, ഞാനിവിടെ ഒരു സംഭവം ചെയ്തില്ല. 4 million ആണ്, 5 million അല്ല. 4 million into, yeah. So the amount will be 10,980,677. ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ is the correct answer. Okay. So എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്? 12 million into 10.3 into 9/12, 4 million into 10.3 into 5/12. So it will be 927,000 and 927,000 and 171,667. ഓക്കെ, ഇപ്പൊ എങ്ങാനും നിങ്ങൾ പെർസെൻറ്റേജ് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എനിക്കറിയില്ല കറക്റ്റായിട്ട്, എന്നാലും നോക്കാം. സോ ഓക്കെ, 10. ഞാനിത് ഇങ്ങനെ എടുക്കാം, 10.23 എന്ന് എടുക്കാം. 10.2308%. 10.2. Yeah. %. സോ കണ്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ചില സമയത്ത് ഇപ്പോൾ ഇവരിവിടെ ഈ നമ്പറിന് പകരം ഓപ്ഷൻസിൽ
ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണേ. ഇവിടെ 1.5 മില്യൺ, ഇവിടെയൊക്കെ നല്ല വ്യത്യാസമുണ്ട്, ബാക്കി മൂന്നെണ്ണത്തിന് നല്ല വ്യത്യാസമുണ്ട്. ഇതിന് പകരം എങ്ങാനും ഇത് 11 മില്യൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ 1 ഡെസിമൽ പോയിന്റ് വരെയുള്ളത് കൺവേർട്ട് ചെയ്യുക. അപ്പം നമ്പേഴ്സിൽ വ്യത്യാസമുണ്ട്, അപ്പം നിങ്ങൾ കോൺഫിഡൻസ് തെറ്റും നിങ്ങളുടെ. അതുകൊണ്ട് 1 ഡെസിമൽ പോയിന്റ് വരെ എടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Extracts from the statement of financial position of Polonium Company are as follows. Statement of financial position as at 30th September. Ordinary share capital 750 and 500, X5, X4. Share premium 350 and 100. On 1st October X4, a bonus issue of 1 new share for every 10 shares held was made, financed from share premium. This was allowed by a further issue for cash. Using the pull down amount list, what amount will appear under the cash flow from financing activity in respect of the share issues? So bonus issue എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഇഷ്യൂ ഓഫ് ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റ്. ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെയാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് ക്യാഷ് ഫ്ലോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എത്ര ക്യാഷ് ആണ് നമ്മൾക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് നമ്മൾ ക്യാഷ് ആയിട്ട് കിട്ടിയത്, അതാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. സോ ക്യാഷ് നമുക്ക് എന്താ പറയാ, ഈ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്ന സാധനം എന്താണ് ചെയ്യുന്നത്, അത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ അതിനെ ഇഗ്നോർ ചെയ്യാം. എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ. ഈ ബോണസ് ഇഷ്യൂ ഷെയർ പ്രീമിയത്തിൽ നിന്ന് ആണ് എടുക്കുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഷെയർ പ്രീമിയത്തിനെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയർ പ്രീമിയം കുറയും, ഷെയർ ക്യാപിറ്റൽ കൂടും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താ ഗുണം? ഒരു ഗുണമില്ല. ഇറ്റ് വിൽ ഗെറ്റ് സെറ്റഡ് ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് നെറ്റ് ഓഫ്. ഞാൻ കാണിച്ചു തരാം. ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, ടോട്ടൽ. ഓപ്പണിംഗ് 2000 X4 ഷെയർ ക്യാപിറ്റൽ വാസ് 500, ഷെയർ പ്രീമിയം വാസ് 100. This is in dollar million. So total is 600. ബോണസ് ഇഷ്യൂ എന്താ ചെയ്തത്? എത്രയാണ് ബോണസ് ഇഷ്യൂ ചെയ്തത്? ഒരു ഷെയർ ഫോർ എവറി 10 shares that was held. എത്രയായിരുന്നു നോർമിനൽ ഷെയർ ക്യാപിറ്റൽ? $1. സോ എത്ര ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്? ബോണസ് ഷെയർസ് ഇഷ്യൂ. That is 500 divided by 1, which is 500 shares. Ratio എത്രയാണ്? ബോണസ് റേഷ്യോ is 1:10. 1 for 10. So 500 into 1 divided by 10. So 50 ആണ് നമ്മൾ ബോണസ് ആയിട്ട് ഇട്ടത്. പ്രൈസ് എത്രയാണ്? ബോണസ് എപ്പോഴും വിൽ ബി അറ്റ് നോമിനൽ പ്രൈസ്. ഇഷ്യൂ പ്രൈസ്, ബോണസ് എപ്പോഴും എന്ത് പ്രൈസിലായിരിക്കും? നോമിനൽ പ്രൈസ്. കാരണം എന്താ? ഫ്രീ ആയിട്ട് കൊടുക്കുന്നതല്ലേ, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂ എത്രയാണ് ബോണസിന്റെ? 50 into $1. 50 into $1, which is $50. അപ്പൊ ഇതിന്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും? ഡെബിറ്റ് ഷെയർ പ്രീമിയം, ഷെയർ പ്രീമിയത്തിൽ നിന്ന് കുറയും. ക്രെഡിറ്റ് ഷെയർ ക്യാപിറ്റൽ 50. അപ്പൊ ഷെയർ പ്രീമിയം ഇവിടെ എന്താവും? 50 ആയിട്ട് കുറയും. ഷെയർ ക്യാപിറ്റൽ എന്താവും? 50 ആയിട്ട് കൂടും. അപ്പൊ ഇവിടെ ടോട്ടൽ ലെവലിൽ എടുക്കുമ്പോൾ എന്തായിരിക്കും? നോ എഫക്റ്റ്. കാരണം പ്രീമിയം കുറയുന്നു, ഷെയർ ക്യാപിറ്റൽ കൂടുന്നു, അതുകൊണ്ട് അതിന് ഇഫക്റ്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് അതിന് ഇഫക്റ്റ് ഇല്ല. ആൻഡ് ഇറ്റ് ഇസ് നോ ക്യാഷ് ഫ്ലോ ഇമ്പാക്ട്. കാരണം എന്താ? ബോണസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയർസ് ആണ്. എൻ്റെ കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു ഷെയർ ഉണ്ടെങ്കിൽ, 10 ഷെയർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഷെയർ ഫ്രീ ആയിട്ട് തരാം. നിങ്ങൾക്കും പൈസ കിട്ടില്ല, എനിക്കും പൈസ കിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? എൻ്റെ കമ്പനിയിൽ ഒരു ഷെയർ അഡീഷണൽ കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. പൈസ നിങ്ങൾ എനിക്ക് തരേണ്ട ആവശ്യമില്ല. അതാണ് ബോണസ് ഇഷ്യൂയുടെ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ക്ലോസിംഗ് എത്രയാണ് തന്നിരിക്കുന്നത്? 2000 X5 ക്ലോസിംഗ് 350 ഫോർ ദ ഷെയർ ക്യാപിറ്റൽ, 750 ഫോർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് 350 ഫോർ ഷെയർ പ്രീമിയം. അപ്പൊ ടോട്ടൽ എത്രയായി? ടോട്ടൽ ഇസ് 1100. അപ്പൊ 600 എന്നുള്ള സാധനം കൂടി. എത്രയായിട്ട് കൂടി? 1100 കൂടി. Which means what is the cash issue? 500. Cash share issue is $500. So adana answer. So the correct answer will be 500 million. Okay. So bonus, no cash impact.
ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയമും ഒരുമിച്ച് എടുക്കുക. ബോണസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റൈറ്റ്സ് ഇഷ്യൂ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണെങ്കിലും ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ക്യാപിറ്റൽ വരുന്നുണ്ട്, ക്യാഷ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റൈറ്റ്സ് ഇഷ്യൂ അഡ്ജസ്റ്റ് ചെയ്യണം. ബോണസ് ഇഷ്യൂ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദർസ് നോ ക്യാഷ് ഇമ്പാക്ട്. അതുകൊണ്ട് തന്നെ ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഒന്നും കൂടി പറയൂ സർ. ഏതാ? ബോണസ് ഇഷ്യൂ ആണോ? ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ്. അതിൽ ഓണേഴ്സിന് ക്യാഷ് കിട്ടില്ല, ഷെയർ മാത്രമേ കിട്ടുള്ളൂ. അത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. കമ്പനിക്ക് ക്യാഷ് കിട്ടില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു? 10 ഷെയർ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് തരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഓണർഷിപ്പ് പെർസെൻറ്റേജ്. എനിക്ക് എന്താ കിട്ടുന്നത്? എനിക്കൊന്നും കിട്ടുന്നില്ല. കറക്റ്റ്. അപ്പൊ അവിടെ ക്യാഷ് ഇമ്പാക്റ്റ് ഇല്ല. പക്ഷെ ഇത് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ക്യാഷ് ഇൻഫ്ലോ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം ഒരുമിച്ചെടുക്കണം. കാരണം നമ്മൾ ക്യാഷ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എക്സിസ്റ്റിംഗ് നോമിനൽ പ്രൈസിനേലും കൂടുതൽ വാല്യൂവിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർസ് ഇഷ്യൂ ചെയ്യുക. ഇപ്പൊ എക്സിസ്റ്റിംഗ് ഷെയർ $1 ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് $5, $2, $3 അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ആ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഷെയർ പ്രീമിയം കൂടെ കമ്പൈൻ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കമ്പൈൻ ചെയ്തപ്പോൾ നമ്മുടെ ക്ലോസിംഗ് വരുന്നത് എത്രയാണ് വരുന്നത്? 1100. ഓപ്പണിംഗ് എത്രയാണ് വരുന്നത്? 600. ബോണസ് ഇഷ്യൂ കാരണം ഒരു ഇമ്പാക്ട് ഇല്ല. കാരണം എന്തുകൊണ്ടാ? ബോണസ് ഇഷ്യൂ ഷെയർ ക്യാപിറ്റലിനെ കൂട്ടുന്നു, പക്ഷെ ഷെയർ പ്രീമിയത്തിനെ കുറയ്ക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ബിക്കം 0. സോ അതുകൊണ്ട് തന്നെ ക്യാഷ് ഇഷ്യൂ എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Radium purchased a machine on 1st October 2007 for 1.5 million. The machine has a useful life of 10 years with an estimated value of $75,000. It is Radium's policy to depreciate over the useful life of non-current assets on a straight line basis. On 1st January exit, Radium purchased an upgraded motherboard to improve the capacity of the machine. This cost $30,000 and has a useful life of 5 years and no residual value. Using the drag and drop option, select the correct depreciation expense for 31st March for original machine, depreciation expense for motherboard. So original machine depreciation എത്രയാണ്, മദർബോർഡിന്റെ depreciation എത്രയാണ്? ഇതാണ് ചോദ്യം. സോ നമുക്കിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഫീച്ചർ ഇല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യാം? ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആൻസേഴ്സ് ഇവിടെ എക്സലിൽ എഴുതാം. അതായിരിക്കും നല്ലത്. ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോ എക്സലിൽ നമുക്ക് എഴുതാം. സോ മെഷീന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? മെഷീൻ എപ്പോഴാണ് മേടിച്ചത്? 1st October 2007. അതിന്റെ റെസിഡ്വൽ വാല്യൂ എത്രയാണ്? 75,000 ആണ് റെസിഡ്വൽ വാല്യൂ. സോ 1.5 മൈനസ് 75. യൂസ്ഫുൾ ലൈഫ് എത്രയാണ്? 10 years. സോ 1.5 മൈനസ് 75 ഡിവൈഡഡ് ബൈ 10. 1st October 2007 നമ്മൾ മേടിക്കുന്നത്. ഇയറിന്റെ എപ്പോഴാണ്? 31st March എക്സിറ്റ്. മെജോറിറ്റി ഓഫ് ദ ടൈം സ്റ്റുഡൻസ് മിസ്റ്റേക്ക് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഡേറ്റ് ശ്രദ്ധിക്കാത്തപ്പോഴാണ്. എപ്പോഴും ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. 1st October 2007 മുതൽ 31st March വരെ എത്ര മാസങ്ങൾ ഉണ്ട്? സോ മെഷീനിൽ 1.5 million ആണ് കോസ്റ്റ്, മൈനസ് റെസിഡ്യുവൽ വാല്യൂ 75,000 ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് 10 years ഇൻറ്റു October, November, December, January, February, March 6 മാസം, 6/12. സോ 1,500, 1.5 million മൈനസ് 75,000. ഓക്കെ, ഇത് ഡോളർ തൗസൻഡ്സിലായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. Divided by 10 into 6/12, which is 71,250. So first one answer എന്ന് പറയുന്നത് is 71,250. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആൻസർ എന്താണ്? മദർബോർഡിന്റെ കോസ്റ്റ് എത്രയാണ്? 30,000. റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് എത്രയാ? 5 years. എപ്പോഴാണ് മദർബോർഡ് നമ്മൾ അക്വയർ ചെയ്യുന്നത്? 1st January X8. അപ്പോൾ X8 1st January മുതൽ മാർച്ച് വരെ 3 മാസം. സോ അവിടെ റെസിഡ്യുവൽ വാല്യൂ ഇല്ല. ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു എത്ര മാസം ഉണ്ട്? 3/12. സോ 30,000 ഇൻറ്റു ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3/12, വിച്ച് ഇസ് 1,500.
സോ ഇതാണ് എന്ത് വരുന്നത് കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതുവരെ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്, വലിയ പ്രശ്നമുള്ള കേസല്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഞാൻ സ്പീഡായിട്ട് പോകുന്നതല്ല, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് റിവിഷൻ ക്ലാസ്സസ് സ്ട്രക്ചേർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, സെക്ഷൻ എ എങ്കിലും 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസിസ്റ്റന്റ് പേസിൽ പോകുന്നത്. സോറി, 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൺസിസ്റ്റന്റ് പേസിൽ പോകുന്നത്. സെക്ഷൻ ബിയിലും 15 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ടാർഗറ്റ് ചെയ്യാനാണെങ്കിൽ 120 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ വിച്ച് ഇസ് ലൈക്ക് 2 hours അപ്രോക്സിമേറ്റ്ലി എടുക്കും. 2 minutes പെർ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 minutes പെർ മാർക്ക് എടുക്കുകയാണെങ്കിൽ, 30 ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ 2 minutes എടുക്കുകയാണെങ്കിൽ 60 minutes, അങ്ങനെയാണ് 1 hour വേണമെങ്കിലും എടുക്കാം. സോ അതുകൊണ്ട് തന്നെ എടുക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് സൈഡ് ഓപ്ഷൻസ് 71, 250, 1500 ആണ് ഓപ്ഷൻസ്. സോ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് വരുന്നത് ഫോർ മെഷീൻ 71, 250. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഫോർ മദർ ബോർഡ് വരുന്നത് 1500. ഇവിടെ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇത് ഫിക്സ്ഡ് ആണ്. നമ്മൾ ഈ നമ്പേഴ്സ് എടുത്ത് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് ഇടണം. ഈ സാധനമാണ് ഡ്രാഗ് ചെയ്ത് ഇടേണ്ടത്. ഇത് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇടണം, ഇത് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇടണം. അതാണ് ചെയ്യേണ്ടത്. Muchmo company has a dairy farm of 100 cattle. Muchmo produced milk and dairy products including butter and a specialist blue vein cheese for a sale to the public and local farm shops. Once the dairy cows have been ceased to produce milk, they are looked after by the farmer's daughter. By the farmer's daughter, who runs an animal sanctuary where they live out of their days grazing of the field in Snowdonia. The financial accountant of Muchmo is unsure of how to account for the different products and the herd of the cattle. Use the pick list to select the correct accounting standard to value the assets from Muchmo. Note that each option may be used more than once, or not at all. Dairy cows, എന്ത് സ്റ്റാൻഡേർഡ് വെച്ചാണ് എടുക്കേണ്ടത്? ഡയറി കൗസ് ഒരു അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഇസ് എ ബയോളജിക്കൽ അസെറ്റ്. കാരണം എന്തുകൊണ്ടാണ്? ഡയറി കൗ എന്ന് പറയുന്നത് ഒരു ലിവിങ് ആനിമൽ ആണ്. ലിവിങ് ആനിമൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് IAS 41 ആണ്. ലിവിങ് ആനിമലിനെ ഇൻവെന്ററി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ലിവിങ് ആനിമൽ ഷുഡ് ബി അണ്ടർ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് വിച്ച് ഇസ് IAS 41. പാസ്ചറൈസ്ഡ് മിൽക്ക്, ചീസ്, ബട്ടർ, അത് വെരി സിമ്പിൾ ആണ്. ഇറ്റ് ഇസ് IAS 2. നമ്മൾ ലിവിങ് ആനിമലിൽ നിന്ന്, ഒരു ലിവിങ് പ്ലാന്റിൽ നിന്ന് അല്ലെങ്കിൽ ലിവിങ് പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? ഫാം ഷോപ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ അതെന്താവുന്നു? അത് IAS 2 പ്രകാരം ആവുന്നു. റോ മിൽക്ക് ഫ്രം ദ കൗസ്, അഗെയിൻ എന്തായിരിക്കും അത് വരുന്നത്? റോ മിൽക്ക് എന്താ നമ്മൾ ചെയ്യുന്നത്? റോ മിൽക്ക് ഇതുവരെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല. ഇറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ്. കറക്റ്റ്, റൈറ്റ്? റോ മിൽക്ക് എന്തായിട്ടില്ല? ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് പാസ്ചറൈസ് ചെയ്യണം. കറക്റ്റ്. അപ്പോൾ 100 cattle produce milk and dairy produce including butter and specialist value. Once the dairy cows have been ceased to produce milk, they are looked after by the farmer who grazes, etc. Right? അപ്പോൾ ഇവിടെയാണ് ചോദ്യം. അപ്പോൾ റോ മിൽക്ക് എന്താ ചെയ്യേണ്ടത്? റോ മിൽക്ക് ഫ്രം ദ കൗസ് ഇസ് ക്ലാസിഫൈഡ് ആസ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. കാരണം എന്താ? അത് ഹാർവെസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അത് പ്രൊഡക്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടില്ല. റൈറ്റ്? അതേ കണ്ടീഷനിലാണോ നമ്മൾ റോ മിൽക്ക് ആണോ സെല് ചെയ്യുന്നത്? അല്ല. നമ്മൾ എന്താ സെല് ചെയ്യുന്നത്? ഫൈനൽ പ്രൊഡക്റ്റഡ് മിൽക്ക് ആയിരിക്കും സെല് ചെയ്യുന്നത്. പാസ്ചറൈസ്ഡ് മിൽക്കാണ് സെല് ചെയ്യുന്നത്. അതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ റോ മിൽക്ക് എന്തായിരിക്കും? ഇറ്റ് ഇസ് സ്റ്റിൽ എ ലിവിങ് തിങ്. സോ അതിനെ ബയോളജിക്കൽ അസെറ്റ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ എന്നാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. സോ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്? ബയോളജിക്കൽ അസെറ്റ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ. ആഫ്റ്റർ കംപ്ലീഷൻ ഇൻവെന്ററി ആവില്ലേ? കറക്റ്റ്. റോ മിൽക്ക് പാസ്ചറൈസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ചൂടാക്കി കഴിഞ്ഞാൽ അത് ഫൈനൽ പ്രൊഡക്റ്റ് ആയി. അപ്പോൾ നമ്മുടെ മിൽമ പാലോ PDDP എടുത്താൽ മതി. അവർ ഫാക്ടറിയിൽ അതിന് കറന്നിട്ട്, പശുക്കളെ കറന്നിട്ട്, ഫാമിൽ നിന്ന് കറന്നിട്ട് അവർ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്യാണ്. സോ അത് ഇപ്പോഴും എന്തായിട്ടില്ല? ഫൈനൽ പ്രൊഡ്യൂസ് ആയിട്ടില്ല. അത് പോയിന്റ് ഓഫ് ഹാർവെസ്റ്റ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ നെല്ലിന്നൊക്കെ അരി എടുക്കുകയാണെങ്കിൽ, അരി നമ്മൾ ഫീൽഡിൽ നിന്ന് നെല്ലിന്ന് കട്ട് ചെയ്തിട്ട് അത് അവിടെ എന്താ വരുന്നത്? അതൊരു ക്രോപ്പാണ്, അത് അരി ആയിട്ടില്ല. അത് അരിയാവണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾക്ക് അതിനെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരിക.
Okay. During the year ended 31st December X4, Bloop incurred expenditure on 2 projects. Project 1 cost to the evaluation of alternatives for the improved production system to be implemented during 2000 X5 X6. The company spent 1 million on related salaries and 2 million on the design equipment, which had an expected useful life of 4 years. Project 2 involves testing of a new product which will be introduced in the market and is expected to generate profits for a period of 4 years. The company spent 4 million on salaries and materials. The policy is to charge full year depreciation. What is the total charge to the profit or loss? What is the total charge to the profit or loss? Okay. ഇതാണ് ചോദ്യം വരുന്നത്. സോ നമുക്ക് എന്താണ് ഉണ്ടായിരുന്നത്? നമുക്ക് 2 എക്സ്പെൻഡിച്ചേഴ്സ് നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 2 എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ? ഒന്ന് 1 million on related salaries for the project 1, 2 million on the designed equipment. Correct? Right? Correct? അതേപോലെ തന്നെ 2 million അതിന്റെ ഡിസൈൻ എക്വിപ്മെന്റ് ആണ്. 2 million എന്താണ്? അതിന്റെ ഡിസൈൻ എക്വിപ്മെന്റ് ആണ്. കറക്റ്റ് അല്ലേ? സോ അവിടെ എന്താ വരുന്നത്? ഈ ഡിസൈൻ എക്വിപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ 1 million എന്ന് പറയുന്ന സാലറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. 1 million എന്ന് പറയുന്ന സാലറി നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ അലൗഡ് അല്ല. ഓക്കെ, സോ 1 million എന്ന് പറയുന്ന സാലറി നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ 1 million ഷുഡ് ബി എക്സ്പെൻസ്ഡ് ഓഫ്. സോ പ്രീ ആൻഡ് എൽ ആണ്, എത്ര പ്രീ ആൻഡ് എൽ ചാർജ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. സോ 1 million നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസ് ചെയ്യും. കറക്റ്റ്? ഓക്കെ, Project 2 എന്താ പറയുന്നത്? Project 2 says that the testing of a new equipment. Okay, ഡിസൈൻ്റെ എത്രയാണ് എലിമെന്റ് വരുന്നത്? ഡിസൈൻ ക്യാപിറ്റലൈസ് വൈ. കാരണം ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മൾ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ഇല്ലാണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. Project 2 involves testing of a new project which will be introduced in the market in X5 and is expected to generate over 4-year period. The company spent on 4 million on the salary. The policy is to charge a full year depreciation. Okay. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ 6-നകത്ത് പ്രൊജക്ട് 1-ല് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? $1 million on salary. It will go to profit or loss. Okay. $2 million on design can be capitalized. പക്ഷേ ഈ പ്രൊജക്ട് എന്തായി? കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊജക്റ്റിന് നമുക്കിതിനെ എന്ത് ചെയ്യാം? ഇതിനെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അമോർട്ടൈസേഷൻ കണ്ടുപിടിക്കാം. So amortization will be 2 divided by 4, which will be 0.5. So project 1-ൽ ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസിന്റെ ചാർജ് എന്ന് പറയുന്നത് എത്രയാ? $1 plus 0.5 amortization, which is 1.5. Project 2 is still ongoing ആണ്. It is not completed. എപ്പോഴാണ് കംപ്ലീഷൻ ആവുന്നത്? കംപ്ലീഷൻ is happening on 2000 X5. 2000 X4-ലല്ല, നെക്സ്റ്റ് ഇയർ 2000 X5-ലാണ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, 2000 X5-ലാണ് കംപ്ലീറ്റ് ആവുന്നത്. എത്രയാണ് എമൗണ്ട് വരുന്നത്? $4 million ഓൺ സാലറീസ് ആൻഡ് മെറ്റീരിയൽസ് എക്സെട്ര. ഇപ്പൊ ടോട്ടൽ ലേബർ പ്ലസ് മെറ്റീരിയൽസ് എല്ലാം വരുന്നത് 4 million ആണ്. 4 million ആണ്. സോ അത് നെക്സ്റ്റ് ഇയർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഇഗ്നോർ ചെയ്താൽ മതി. ഇത് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? ഇതിനെല്ലാം നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അത് പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യാണ്?
ഇത് ടെസ്റ്റ് ചെയ്യാണ്. സോ ടെസ്റ്റിംഗ് കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ അലൗഡ് ആണ്. സ്റ്റാൻഡേർഡ് പ്രകാരം ടെസ്റ്റിംഗ് കോസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ടെസ്റ്റിംഗ് കോസ്റ്റ് എന്താണ്? ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന സാലറി കോസ്റ്റ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ഫസ്റ്റ് വണ്ണിൽ എന്ത് ചെയ്യില്ല, നമ്മൾ പ്രൊഡക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ എപ്പോഴാണ് ടു ബി ഇംപ്ലിമെന്റഡ് ഡ്യൂറിങ് XYXX ദ കമ്പനി സ്പെൻഡ് 1 million. അത് എന്തായി? കൺവേർട്ടായി. ഓക്കെ, അത് കൺവേർട്ടായി. ആൻഡ് ഇത് എപ്പോഴാണ് കഴിഞ്ഞത്? റൈറ്റ്, ഇൻ ദ മാർക്കറ്റ് ഫോർ 2000 ആണ്. റൈറ്റ്, സോ അത് നെക്സ്റ്റ് ഇയറിലായിരിക്കും അതിന്റെ ഡിപ്രീസിയേഷൻ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിന്റെ ഒരു ക്യാപിറ്റലൈസേഷൻ ഒരു എക്സ്പെൻഡിച്ചറും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സോ കറക്റ്റ് ആൻസർ വിൽ ബി 1.5 million. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. സോ ടോട്ടൽ വിൽ ബി 1.5. Whatever will be charged to profit or loss will be nil. Okay. Question number 7. Pootle company received a government grant of 60,000. Okay. The conditions of the grant state that Pootle must employ a local worker on a full-time contract. Pootle expects to meet the conditions of the grant. The full amount of the grant received has been recorded as other operating income. Okay. For the year ended 31st December X4. What is the required adjustment to correctly account for the grant? ഇല്ല, പാടില്ല. റൈറ്റ്, കാരണം എന്തുകൊണ്ടാണ്? ഫുൾ ഇൻകം നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് പൈസ കിട്ടി. എന്നാണ് പൈസ കിട്ടിയത്? 1 September 2000 അതിലൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു ഫുൾ ടൈം എംപ്ലോയറിനെ 5 വർഷത്തേക്ക് എംപ്ലോയ് ചെയ്യണം. ഓക്കെ, 5 വർഷത്തേക്ക് എന്ത് ചെയ്യണം? എംപ്ലോയ് ചെയ്യണം. റൈറ്റ്, സോ Pootle expects to meet the conditions of the grant. ഓക്കെ, എപ്പോഴാണിത്? 31st December ഇയർ എൻഡ് വരുന്നത്. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും? റൈറ്റ്, നമ്മൾ 1 September എന്താ ചെയ്യേണ്ടത്? ഈ എൻറ്റയർ 60,000 ഡെഫേർഡ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം. എൻറ്റയർ ഇതിനെ ഡെഫേർഡ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം. പക്ഷെ അവരെന്ത് ചെയ്തു? ഇതിനെ ഫുള്ളായിട്ട് അതർ ഇൻകമിൽ ഇട്ടു. സോ ഇൻകറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് എത്രയാ? ഇൻകറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റ് ക്യാഷ് ക്രെഡിറ്റ് അതർ ഇൻകം 60,000 ആണ്. ദാറ്റ് ഇസ് റോങ്. ദിസ് ഇസ് റോങ്. കറക്റ്റ് എൻട്രി എന്താവണമായിരുന്നു? വാട്ട് ഷുഡ് ഹാവ് ബീൻ ദ കറക്റ്റ് എൻട്രി? ഡെബിറ്റ് ക്യാഷ് ക്രെഡിറ്റ് ഡെഫേർഡ് ഇൻകം എത്രയാണ് വരുന്നത്? 60,000. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? 3 മാസം കഴിഞ്ഞില്ലേ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 4 മാസം. സോറി, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. 4 മാസം നമുക്ക് എന്ത് ചെയ്യാം? ഡെഫേർഡ് ഇൻകം എന്ന് എമൗണ്ട് എടുത്ത് അതർ ഇൻകമിലേക്ക് ഇടാം. കാരണം എന്തുകൊണ്ടാ? ഒരാളെ പണിക്ക് നിർത്തണം എന്നുള്ളതാണ് കോൺട്രാക്ട്. അപ്പൊ അയാളെ പണിക്ക് നിർത്തി. 1 September തന്നെ അയാളെ പണിക്ക് നിർത്തി. അപ്പൊ 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞെങ്കിൽ അതിനർത്ഥം എന്താ? അതിനർത്ഥം അയാളെ നമുക്ക് യൂസ് ചെയ്യാമെന്നാണ്. അത് നമുക്ക് ഡെഫേർഡ് ഇൻകത്തിനെ നമുക്ക് അതർ ഇൻകമിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. റൈറ്റ്, സോ ഡെബിറ്റ് ഡെഫേർഡ് ഇൻകം ക്രെഡിറ്റ് അതർ ഇൻകം എത്രയായിരിക്കും? 60,000 എത്ര വർഷത്തെ കോൺട്രാക്ട് ആണ്? 5 കൊല്ലത്തേക്ക്. ഇൻറ്റു എത്ര മാസം ഉണ്ട്? 4/12. കറക്റ്റ്, ഇൻറ്റു 4/12. സോ 60,000 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4/12. $4,000 നമുക്ക് എന്ത് ചെയ്യാം? അതർ ഇൻകമിലേക്ക് കൊണ്ടുപോകാം. സോ ഇതായിരിക്കണം കറക്റ്റ് എൻട്രി. സോ ഇതിനി കറക്റ്റ് ചെയ്യണത് എങ്ങനെയാ? ഇതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യും? അതർ ഇൻകമിൽ 4,000 വെച്ചാൽ മതി. ഓക്കെ, 4,000 അതർ ഇൻകമിൽ വെച്ചാൽ മതി. 4,000 മാത്രമേ അതർ ഇൻകമിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കി 56,000 നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. വി ഹാവ് ടു റിവേഴ്സ് ദി എൻറ്റയർ 56,000. സോ ഇത് കറക്ഷൻ എൻട്രി എന്താണ് വരുന്നത്? കറക്ഷൻ എൻട്രി. അതാണ് ഇവിടെ ചോദിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് കറക്ഷൻ എൻട്രി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് അതർ ഇൻകം ക്രെഡിറ്റ് ഡെഫേർഡ് ഇൻകം എത്രയാ വരിക? 56,000 ഡെബിറ്റ് അതർ ഇൻകം ക്രെഡിറ്റ് ഡെഫേർഡ് ഇൻകം. സോ ഡെബിറ്റ് എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ഇവിടെ ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഡെബിറ്റ് അതർ ഇൻകം, ദിസ് വിൽ ബി ഡെബിറ്റഡ് ക്രെഡിറ്റ് ഡെഫേർഡ് ഇൻകം. എത്രയാണ് എമൗണ്ട് വരുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് 56,000 വേണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ?
കുട്ടികൾക്ക് ചില സമയത്ത് ഈ ജേർണൽ എൻട്രീസ് എപ്പോഴും തെറ്റാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, വാട്ട് ഇസ് ദ ഇൻകറക്റ്റ് എൻട്രി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, കറക്റ്റ് ആയിട്ടുള്ള എൻട്രി എന്താണ്, ഇത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ 3 കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. സോ ഇൻകറക്റ്റ് എൻട്രി, കറക്റ്റ് ആയിട്ടുള്ള എൻട്രി എന്താണ്, കറക്ഷൻ എൻട്രി അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്താ, ഇത് ആലോചിച്ചാൽ മാത്രം മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following meets the recognition criteria for asset and or liability? Green staff spent 100,000 providing health and safety training to its staff. Green company has been told by a brand consultancy that the value of its internally created brand is 2 million. Green company is suing a supplier for 450,000 for losses that it suffered due to faulty goods. Green company is likely, though not certain, to win the court case. Green company has sold goods subject to a 5-year warranty on which it expects some claim to be made. എന്താണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ 1 and 2, ഓപ്ഷൻ 3 and 4, ഓപ്ഷൻ 2 or ഓപ്ഷൻ 4 only. എന്തായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? Which of the following recognition criteria for an asset and liability has been met? എന്ത് ക്രൈറ്റീരിയ ആണ്? ഒരു അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ? ദീ സെന്റൻസസ്, ഇതാണ് ചോദ്യം. Green company has spent 100,000 providing healthy and safety training to staff. Training cost capitalize ചെയ്യാൻ പറ്റില്ല. So you cannot classify this as a asset or a liability. No recognition criteria has been met. Green company has been told that by a brand consultancy, the value of the internally created brand is 2 million. Illa. Internally generated intangible asset cannot be recognized unless and until it is development cost. അതും പൈറേറ്റ് കണ്ടീഷൻ ഉണ്ടാവണം. പൈറേറ്റ് കണ്ടീഷൻ ഉണ്ടാവണം. അല്ലാതെ ഗുഡ് വിൽ ഇന്റേണലി വാല്യൂ ചെയ്യുന്നത്, ബ്രാൻഡ് ഇന്റേണലി വാല്യൂ ചെയ്യുന്നത്, കസ്റ്റമർ ലിസ്റ്റ് ഇന്റേണലി വാല്യൂ ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻടാൻജിബിൾ അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. Green company is suing a supplier for 450,000 for losses that it suffered due to faulty products. Green is likely, though not certain, to win the court case. അപ്പൊ ഇവിടെ എന്താണ്, നമ്മളാണ് സ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജയിച്ചാൽ നമുക്ക് പൈസ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പൊ അവിടെ എന്താ വരുന്നത്? It is not even a contingent asset, right? It is only likely. Appa, you don't do anything on this. If you are certain to win the case, നമ്മൾ contingent asset ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. Only judgment ചെയ്ത് നമ്മൾ ജയിച്ചു കഴിഞ്ഞു. Only once you have won the case, നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ് ആയിട്ട് കാണിക്കാം. ഇപ്പൊ നമ്മളെയാണ് സ്യൂ ചെയ്യുന്നതെങ്കിൽ, കസ്റ്റമർ നമ്മളെയാണ് സ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൊവിഷൻ ആ വരുന്നത്, നമുക്ക് ലയബിലിറ്റി. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ തോറ്റാലൊന്നുമില്ലല്ലോ, നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഒരാളെ സ്യൂ ചെയ്തു, നമ്മൾ ജയിച്ചാൽ നമുക്ക് പൈസ കിട്ടും, തോറ്റാലൊന്നുമില്ല, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ കോർട്ട് കേസ്, നമ്മളുടെ മേളിൽ ഒരാൾ കോർട്ട് കേസ് ഇട്ടെങ്കിൽ കളി മാറും. നമ്മളുടെ മേളിൽ ഒരാൾ കോർട്ട് കേസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, വെരി സിമ്പിൾ സാധനം സംഭവിക്കും. അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, എന്തെങ്കിലും കാരണവശാൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ദർ ഇസ് എ പ്രൊവിഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. ഗ്രീൻ ഹാസ് സോൾഡ് ഗുഡ്സ് ടു സബ്ജക്ട് ടു എ 5-year warranty on which it expects to have some claim. Yes, warranty provision. അതിനെന്താണ്, ലയബിലിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യണം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 4. The correct answer is option number 4. Okay. Any questions? Can I get a yes or no? No from yes or no from any questions from all of you? Yeah. Okay. Good. ഓക്കെ. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. എക്സാമിനർ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കുട്ടികൾ കോമൺ ആയിട്ട് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിലാണ് എപ്പോഴും കെയർലെസ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, മാത്സിൽ സിമ്പിൾ ആയിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷനിലാണ് ചിലപ്പോൾ മാർക്ക് നമ്മൾ മിസ് ചെയ്യുന്നത്. കാരണം കോൺഫിഡൻസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് മിസ്സാകാനുള്ള സാധ്യത കൂടുതലാണ്. Which are the following events taking place after the year end but before the financial year statements were authorized for issue would require an adjustment? ഏതാണ് adjusting events? Adjusting events. Which one is an adjusting event? ഇതാണ് ചോദ്യം, right? 3 lines of inventory held at year end were destroyed by flooding in the warehouse. Flood എപ്പോഴാണ് നടന്നത്? ഇയർ എൻഡ് കഴിഞ്ഞിട്ട്,
നമ്മൾ ഫ്ലഡ് വരുന്ന പ്രതീക്ഷിക്കുന്നില്ല. ഫ്ലഡ് വരുന്നത് എപ്പോഴാണ്? ഇയർ എൻഡ് കഴിഞ്ഞിട്ട്. സോ ദാറ്റ് ഇവന്റ് ഒക്കേർഡ് ആഫ്റ്റർ ദി ഇയർ എൻഡ്. ഫ്ലഡ് കാരണമാണ് ഡിസ്ട്രോയ് ചെയ്തത്, അല്ലാണ്ട് ആ ഇൻവെൻട്രിയുടെ വാല്യൂ ഇടിഞ്ഞില്ല. ഫ്ലഡ് കാരണം ഇൻവെൻട്രി ഡിസ്ട്രോയ് ആയി. അപ്പൊ ഇൻവെൻട്രിയുടെ വാല്യൂ ഇടിഞ്ഞത് കൊണ്ടല്ല ഇൻവെൻട്രി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഫ്ലഡ് കാരണം ഇൻവെൻട്രിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ദാറ്റ് ഒക്കറൻസ് ഓഫ് ഫ്ലഡ് ഇറ്റ് സെൽഫ് ഇസ് എൻ ഇവന്റ് ദാറ്റ് ഒക്കേർഡ് ആഫ്റ്റർ ദി ഇയർ എൻഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ഇൻവെൻട്രി നല്ല ഇൻവെൻട്രി ആയിരുന്നു, ഫ്ലഡ് കാരണം ഡിസ്ട്രോയിഡ് ആയി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇൻവെൻട്രി ഉണ്ടായിരുന്നു, ഇൻവെൻട്രി തന്നെ ഡാമേജ് ആയി, വെയർ ഹൗസിലുള്ളപ്പോൾ ഡാമേജ് ആയി, അല്ലെങ്കിൽ ഇൻവെൻട്രി ഒബ്സലീറ്റ് ആയി എന്ന് വെച്ചാൽ അതിന് വാല്യൂ ഇല്ലാണ്ടായി പോയി, ഫാഷൻ ഔട്ട് ആയി പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണ്. ദ ഡയറക്ടേഴ്സ് അനൗൺസ്ഡ് എ മേജർ റിസ്ട്രക്ചറിങ്. എപ്പോൾ അനൗൺസ് ചെയ്തു? ഇയർ എൻഡ് കഴിഞ്ഞു. ഇയർ എൻഡ് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്തു, നോട്ട് ആൻ അഡ്ജസ്റ്റിംഗ് ഇവന്റ്. കാരണം നടക്കുന്നത് ഇയർ എൻഡ് കഴിഞ്ഞിട്ടാ, അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 lines of inventory held at the year end were discovered to have faults during the ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ സെയിം. യെസ്, നമ്മളൊരു ഇൻവെന്ററി ഉണ്ടായിരുന്നു, ആ ഇൻവെന്ററി എന്തായി? അത് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഫോൾട്ട്, അത് ഡിഫോൾട്ട് ആണെന്ന് മനസ്സിലായി. ഇറ്റ്സ് അൺസെയിലബിൾ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ ഇൻവെന്ററിനെ റൈറ്റ് ഓഫ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവന്റ്. വാല്യൂ ഓഫ് കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് ഫെൽ ഷാർപ്ലി. എപ്പോൾ ഫെല്ലായി? ഇയർ എൻഡ് കഴിഞ്ഞിട്ടാ. റിലയൻസിന്റെ ഷെയർ പ്രൈസ് 31 ഡിസംബറിൽ 2000 ആണെങ്കിൽ 1 ജാനുവരിയിൽ അത് 1500 ആയി. 500 രൂപ കുറഞ്ഞു, കാര്യമില്ല. 31 ഡിസംബറിന് വാല്യൂ കൂടുതലാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. എപ്പോഴാണ് ഫെല്ലായത്? 1 ജാനുവരി, ഇയർ എൻഡ് കഴിഞ്ഞു. നോ നീഡ് ടു അഡ്ജസ്റ്റ്. ഇറ്റ് ഇസ് എ നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ്. ഇനി ഫയർ നടക്കുന്നതോ, അല്ലെങ്കിൽ ഫയർ നടന്നു, കാറ്റോസ്ട്രോഫ് നടന്നു, എർത്ത് ക്വേക്ക് വന്നു, ഇയർ എൻഡ് കഴിഞ്ഞിട്ടാണ് ആ എർത്ത് ക്വേക്ക് വരുന്നതെങ്കിൽ ദാറ്റ് ഇസ് എ നോട്ട് അഡ്ജസ്റ്റിംഗ് ഇവന്റ്. കാരണം ഇയർ എൻഡ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടാണ് അത് ഒക്കറാവുന്നത്. വി ഡോണ്ട് നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. അഡ്ജസ്റ്റിംഗ് ഇവന്റ്സ് ആർ ദോസ് ഇവന്റ് നമ്മൾ ഇയർ എൻഡിന് ബിഫോർ നമുക്ക് ആ ഇവന്റ് നടന്നു കഴിഞ്ഞു, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇയർ എൻഡ് കഴിഞ്ഞ് നടക്കുന്നത്. ഇത് ഫ്ലഡ് ഒക്കറാവുന്ന എപ്പോഴാണ്? നമുക്ക് നേരത്തെ അറിയാമോ ഫ്ലഡ് ഒക്കറാവും അല്ലെങ്കിൽ കാറ്റോസ്ട്രോഫ് വരുന്നു? ഇല്ല, ഇയർ എൻഡ് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം വന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് നോട്ട് റിക്വയർഡ് ഫോർ ആൻ അഡ്ജസ്റ്റ്മെന്റ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. 10th question. Root Company acquired 30% of the 100,000 equity shares in Branch for 7.5 per share. On 1st January X7, when Branch had a retained earnings of $460,000. Going concern effect ആവണ്ട് അഡ്ജസ്റ്റിംഗ് ആവില്ലേ? ഗോയിങ് കൺസേൺ എഫക്ട് ആവുന്നുണ്ട് എങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ആവില്ല, അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആവില്ലേ? റൈറ്റ്. സോ ഗോയിങ് കൺസേൺ എഫക്ട് ആവുന്നുണ്ടെങ്കിൽ ഗോയിങ് കൺസേണിന് എഫക്ട് ആവാം. അപ്പൊ അവിടെ വരുന്നത് എന്താ? ഗോയിങ് കൺസേൺ ആണ് എഫക്റ്റഡ് ആവുന്നത്. ഗോയിങ് കൺസേൺ എഫക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ യെസ്, അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ ഒരു ഫയർ നടന്നു, കുറച്ച് ഇൻവെന്ററി നശിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ഫാക്ടറി കത്തിപ്പോയി, ദാറ്റ് ഇസ് നോട്ട് ആൻ അഡ്ജസ്റ്റിംഗ് ഇവന്റ്. അത് എൻറ്റയർ ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് ഐസൊലേറ്റഡ് ഇവന്റ് ക്യാൻ ബി ആൻ അഡ്ജസ്റ്റിംഗ് ഇവന്റ്. അഗെയിൻ ഡിപ്പെൻഡിങ് അപ്പോൺ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്, സിനാരിയോ അനുസരിച്ചിട്ട് വേണം അതിനെ ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇയർ എൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു that our financial statement will be going concern for the next 12 months. ഒരു സമയത്ത് ഫയർ നടന്നു, നമുക്ക് പൈസ ഇല്ലാണ്ടായിപ്പോയി, നമ്മൾ പോയി, നശിച്ചുപോയി, നമ്മുടെ പൈസ ഇല്ല, ഒന്നുമില്ല, ഇനി എങ്ങനെ തിരിച്ച് ബിൽഡ് ചെയ്യാനുള്ള പൈസയൊന്നുമില്ല. അപ്പൊ അവിടെ എന്ത് വരുന്നുണ്ട്? അവിടെ ഗോയിങ് കൺസേൺ വരാം. ഫാക്ടറി നശിച്ചുപോയി, ഇത് നശിച്ചുപോയി, നമ്മുടെ ഇനി പൈസ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ ദാറ്റ്സ് ഓക്കെ. സോ ദാറ്റ്സ് എ കേസ് ടു കേസ് ബേസിസ്. We need to evaluate. Okay. Root Company acquired 30% on 100 shares in equity, 7.5 per share. When Branch had a retained earnings of 460 and a balance on revaluation surplus of 50,000, at year end, 31st December X7, Branch had a retained earnings of 370,000 and a balance of 70,000 on revaluation surplus. Root Company considered that its investment in Branch had suffered an impairment loss. I'll give you 30 seconds. Just read this once more. ഓക്കെ, കൺസോളിഡേറ്റഡ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ അസോസിയേറ്റ് എൻറ്റിറ്റി ആണ്. നമ്മൾ ഒരു കമ്പനീനെ അക്വയർ ചെയ്തു, 30% അക്വയർ ചെയ്തു. ഓക്കെ, 7.5 per ഷെയറിനാണ് അക്വയർ ചെയ്തത്. ആ കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് 460,000 ആയിരുന്നു അക്വയർ ചെയ്യുന്ന സമയം. റീവാലുവേഷൻ സർപ്ലസ് 50,000 ആയിരുന്നു. ഓക്കെ, ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും അതിന്റെ അസോസിയേറ്റിന്റെ റീറ്റെയിൻഡ് ഏർണിംഗ് 370,000 അതുപോലെ തന്നെ
എന്താണ് റീവാലുവേഷൻ സർപ്ലസ് എത്രയായിരുന്നു 70,000 മാറുന്നു. അത് മാത്രമല്ലാണ്ട് അസോസിയേറ്റ് ഒരു ഇമ്പയർമെന്റും ആയിട്ടുണ്ട്. അപ്പൊ റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്നത് കുറഞ്ഞിട്ടാണുള്ളത്. 460 370 ആയി. അപ്പൊ എന്താ സംഭവിച്ചേക്കുന്ന ലോസ്. സർപ്ലസ് കൂടിയിട്ടുണ്ട്. 50,000 70,000 20,000 കൂടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. വി യൂസ് ഇക്വിറ്റി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്. എങ്ങനെയാണ് ഇക്വിറ്റി മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത്? സോ ഫസ്റ്റ് വി ടേക്ക് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. എത്രയാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്? 30,000 into 7.5. 30,000 ഷെയർസ് ആണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. എങ്ങനെയാണ് 30,000 വന്നത്? ഓക്കെ, അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. 100,000 into 30%. സോ 100,000 into 30%. That will be 30,000 shares. So 30,000 into 7.5. 30,000 into 7.5, which will be $225,000. $225,000. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പോസ്റ്റ് അക്വസിഷൻ ലോസ്. എത്രയാണ് പോസ്റ്റ് അക്വസിഷൻ ലോസ് വന്നത്? അക്വയർ ഇയർ എൻഡിൽ 370,000 മൈനസ് അക്വയർ ചെയ്ത സമയത്ത് 460,000 ആയിരുന്നു ലോസ്. മൾട്ടിപ്ലൈഡ് ബൈ എത്ര ശതമാനമാണ്? 30%. സോ 370,000 minus 460,000 into 30%. 27,000 ലോസ്. രണ്ട്, പോസ്റ്റ് അക്വസിഷൻ റീവാലുവേഷൻ. പോസ്റ്റ് അക്വസിഷൻ റീവാലുവേഷൻ. ഓക്കെ, അത് എത്രയായിരുന്നു? 70,000 ആണ് ഇയർ എൻഡിൽ മൈനസ് 50,000 into 30%. So 70,000 minus 50,000 into 30%. ബ്രാക്കറ്റ് ഇടണം. സോ ശ്രദ്ധിച്ചോളുക, നിങ്ങളും ആദ്യം മൈനസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 6,000. അത് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചേ? ഇമ്പയർമെന്റ്. എത്രയായിരുന്നു ഇമ്പയർമെന്റ്? ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഡയറക്ട്ലി 40,000. സോ ദ ഇൻവെസ്റ്റ്മെന്റ്, carrying amount of investment will be എത്രയായിരിക്കും? 1,64,000. ഓക്കെ, അപ്പൊ ഇവിടെ ഡോളർ തൗസൻഡ്സിലോ അങ്ങനെയൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഫുൾ എമൗണ്ട് ആയിട്ട് തന്നെ എഴുതണം. കോമയൊന്നും ഇടേണ്ട ആവശ്യമില്ല. 164,000 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, 4 ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ. 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് ബ്രേക്ക് തരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 11. Tauntaun Company acquired 9,000 shares in Pogo on 1st August 2000 X3 at a cost of 6.4 per share. Tauntaun incurred transaction cost of 9,000 for this. Tauntaun elected to hold these shares at fair value to OCI. At 31st December, the fair value of Pogo shares was 7.25 and was selling at a cost, and selling cost were expected to be 4%. What is the value of Pogo shares in the individual financial statement as at 31st December 2000 X3? Okay, ഇതിനകത്ത് ഇത്രയും തന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനാ. കാരണം ഫെയർ വാല്യൂ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആവശ്യമുള്ളൂ. അതല്ല, ഇതല്ല. ഓക്കെ, എങ്കിലും ഞാനത് കാണിച്ചു തരാം സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വെരി സിമ്പിളാ, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നമ്മൾ എത്ര ഹോൾഡ് ചെയ്യുന്നുണ്ട്? 9,000. ഷെയർ പ്രൈസ് എത്രയാണ് ഇയർ എൻഡിൽ? 7.25. ദാറ്റ്സ് ഇറ്റ്. ആ 9,000 into 7.25 എടുക്കുക. യു വിൽ ഗെറ്റ് വാട്ട്? യു വിൽ ഗെറ്റ് ദ ഫെയർ വാല്യൂ അറ്റ് ദ ഇയർ എൻഡ്. ഈ സെല്ലിംഗ് കോസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് ടു കൺസിഡർ ദ സെല്ലിംഗ് കോസ്റ്റ്, റൈറ്റ്? ബിക്കോസ് നമ്മൾ വാല്യൂ ഫെയർ വാല്യൂ മൈനസ് കോസ്റ്റ് ടു സെൽ, ഇമ്പയർമെന്റ് ഒന്നും കൺസിഡർ ചെയ്യണേ. ഇത് IFRS 9 സ്റ്റാൻഡേർഡ് പ്രകാരം IFRS 9 ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റാൻഡേർഡ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് വാല്യൂഡ് അറ്റ് ഫെയർ വാല്യൂ ടു OCI യിലാണ്.
അപ്പോൾ നമ്മുടെ ഓപ്പണിംഗ് വാല്യൂ എത്രയാണ്? 9000 ഇൻറ്റു 6.40. So 9000 into 6.40, which will be 5700. Okay, 5700 ആണ്, 57,600 ആണ് ഓപ്പണിംഗ് വാല്യൂ, 57,600. ഇനി ദിസ് ഇസ് വാല്യൂ ത്രൂ ഫെയർ വാല്യൂ ടു OCI. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകർ ചെയ്ത ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ആഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ് എത്രയാണ് വരുന്നത്? ട്രാൻസാക്ഷൻ കോസ്റ്റ് എത്രയാണ് വരുന്നത്? 9000. ആ 9000 നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി 666,000. ക്ലോസിംഗ് ഫെയർ വാല്യൂ എത്രയാണ്? 9000 ഇൻറ്റു 7.25. 9000 ഇൻറ്റു 7.25 എത്ര വരിക? 65,250. ഇതാണ് ആൻസർ. 65,250 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബട്ട് ഫെയർ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫെയർ വാല്യൂ വെരി സിമ്പിൾ. ക്ലോസിംഗ് വാല്യൂ നിന്ന് ഓപ്പണിംഗ് വാല്യൂയിലേക്ക് മൈനസ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഫെയർ വാല്യൂ, ഇനീഷ്യൽ വാല്യൂ. സോ ദർ ഇസ് എ ഫെയർ വാല്യൂ ലോസ്. ഇനീഷ്യൽ വാല്യൂ 66,000 ആയിരുന്നു. അപ്പോൾ ഇവിടെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആഡ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അതിന് ലോസ് ആയിട്ട് വരുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് പറയുന്നു, ഇഫ് യു ആർ വാല്യൂയിങ് ദ ഇൻസ്ട്രുമെന്റ് യൂസിങ് ഫെയർ വാല്യൂ ടു OCI, എന്ത് ചെയ്യണം? ആ ട്രാൻസാക്ഷൻ കോസ്റ്റ് നമ്മുടെ അസറ്റിലേക്ക് ക്യാപിറ്റലൈസ് ചെയ്യണം. ഫെയർ വാല്യൂ ടു P&L ആണെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് വിൽ ബി എക്സ്പെൻസ്ഡ് ഓഫ്. ഇതാണ് സ്റ്റാൻഡേർഡ് പറയുന്നത്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ആൻസർ 65,250. ഇതാണ് കറക്റ്റ് ആൻസർ. 65,250. ഓ, ഞാൻ ടിക്ക് ചെയ്തില്ല. 65,250. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following ratios are likely to decrease due to significant revaluation gain? Which of the following ratios are likely to decrease due to significant revaluation gain on depreciating asset at the start of the year? ഏത് റേഷ്യോ ആണ് ഡിക്രീസ് ആവാനുള്ള സാധ്യത ഡ്യൂ ടു എന്താണ്? റീവാല്യൂഷൻ ഗെയിൻ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഇയർ. റീവാല്യൂഷൻ നടന്നത് എപ്പോഴാണ്? ബിഗിനിങ്ങിലാണ്. ഫസ്റ്റ് വൺ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, സെക്കൻഡ് വൺ ഗിയറിംഗ്, തേർഡ് വൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഫോർത്ത് വൺ നെറ്റ് അസറ്റ് ടേൺ ഓവർ. ദ കറക്റ്റ് ആൻസർ ഇസ്, ആർക്കെങ്കിലും അറിയോ? റീവാല്യൂവേഷൻ ഗെയിൻ കാരണം സ്റ്റാർട്ട് ഓഫ് ദി ഇയറിലാണ് റീവാല്യൂവേഷൻ ഗെയിൻ നടന്നത്. അപ്പോൾ ഏതൊക്കെ റേഷ്യോ ആണ് എന്താവുന്നത്? ഡിക്രീസ് ആവാൻ ഉള്ള സാധ്യത. ഏതൊക്കെ റേഷ്യോ ആണ് ഡിക്രീസ് ആവാനുള്ള സാധ്യത? ആർക്കെങ്കിലും അറിയോ? I'll give you like maybe 30 seconds to answer it. D, 1 and 4. ഡിക്രീസ് ആവാനുള്ള സാധ്യത. റീവാല്യൂഷൻ നടന്നത് ബിഗിനിങ്ങിലാണ് നടന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ ആ കൊല്ലത്തെ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവും. എനിക്കൊരു ഒരു ടിപ്പ്, ഡിപ്രീസിയേഷൻ ആ എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാവും. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഇസ് 1, 2, 3 and 4. എല്ലാം ഡിക്രീസ് ആവും. എന്തുകൊണ്ടാണ്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഫോർമുല എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അസറ്റ് റീവാല്യൂ ആയിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൂടും. എന്തുകൊണ്ടാ? ഇക്വിറ്റി കൂടും. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഫോർമുല എന്താ? റോസിന്റെ ഫോർമുല റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഇസ് ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഓക്കെ, ഡിപ്രീസിയേഷൻ റീവാലുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൂടും. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്താണ് ഫോർമുല? ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അസറ്റിന്റെ വാല്യൂ കൂടില്ലേ? ഇക്വിറ്റി കൂടില്ലേ? കാരണം എന്തുകൊണ്ടാ? റീവാലുവേഷൻ സർപ്ലസ് കൂടില്ലേ? ഇപ്പൊ ഡിനോമിനേറ്റർ കൂടുന്നു. അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയും. എന്തുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയും? കാരണം ഡിപ്രീസിയേഷൻ ഉണ്ട്. നിഖിൽ ഡി ചൂസ് ചെയ്തു. ഡിയില് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ്. അപ്പോൾ ഈ 3യും ചൂസ് ആവില്ലേ? കാരണം എന്താ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയില്ലേ? കാരണം ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? റീവാല്യൂഷൻ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദി ഇയർ ആയതുകൊണ്ട്. അത് എൻഡ് ഓഫ് ദി ഇയറിലാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു എന്ന് വരില്ല. കാരണം എന്തുകൊണ്ടാ? റീവാല്യൂഷൻ നടക്കുന്ന എൻഡ് ഓഫ് ദി ഇയറിലാണ്. അപ്പോൾ അതിന്റെ ഡിപ്രീസിയേഷന്റെ എഫക്ട് എപ്പോഴാണ് വരുന്നത്? അടുത്ത കൊല്ലം, നെക്സ്റ്റ് ഇയറിലാണ് ഡിപ്രീസിയേഷന്റെ എഫക്ട് വരുന്നത്.
അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയില്ല. പക്ഷേ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് റീവാലുവേഷൻ നടക്കുന്നത് എപ്പോഴാണ്? സ്റ്റാർട്ട് ഓഫ് ദി ഇയർ. അപ്പോൾ ഡിപ്രീസിയേഷൻ നടന്നിട്ടുണ്ടാവും. ഡിപ്രീസിയേഷൻ നടന്നാൽ പ്രോഫിറ്റ് കുറയും. ഓക്കെ. അതേപോലെ തന്നെ ഗിയറിംഗ് യെസ് കുറയും. എന്തുകൊണ്ടാ? ഇക്വിറ്റി കൂടും. ഡെപ്റ്റ് ഉണ്ടായിരുന്നു, ഇക്വിറ്റി ഉണ്ടായിരുന്നു. ഡെപ്റ്റ് ചേഞ്ച് ഇല്ല, ഡെപ്റ്റ് വിൽ ഹാവ് നോ ചേഞ്ച്, ബട്ട് ഇക്വിറ്റി കൂടും. ഇക്വിറ്റി കൂടിയാൽ എന്ത് പറ്റും? റേഷ്യോ കുറയും, ഡിനോമിനേറ്റർ കൂടുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയും. എന്തുകൊണ്ടാ? എക്സ്പെൻസ് കൂടും, ഡിപ്രീസിയേഷൻ കൂടും, റീവാലുവേഷൻ കാരണം എക്സ്പെൻസ് കൂടും. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൾസോ കുറയും. നെറ്റ് അസറ്റ് ടേൺ ഓവർ, നെറ്റ് അസറ്റ് ടേൺ ഓവറിന്റെ ഫോർമുല എന്താണ്? റൈറ്റ്, നെറ്റ് അസറ്റ് ടേൺ ഓവറിന്റെ ഫോർമുല എന്താണ്? ടേൺ ഓവർ ബൈ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. സോ ഡെഫിനറ്റ് ആയിട്ടും ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കൂടും, ടേൺ ഓവർ വിൽ റിമെയിൻ ദ സെയിം. ടേൺ ഓവറിനെ അഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഡിനോമിനേറ്റർ കൂടുന്നു, ന്യൂമറേറ്ററിൽ ചേഞ്ച് ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? നെറ്റ് അസറ്റ് ടേൺ ഓവറും കൂടും. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 1, 2, 3, 4. ദ കറക്റ്റ് ആൻസർ ഇസ് 1, 2, 3, 4. Question number 13. Use the pick list options below to show each statement should be accounted in accordance with IAS 8, basis of the financial statement, preparation of the financial statement. Each option must be used more than once or not at all. A company decides to change the accounting policy of the valuation of non-current assets from fair value to historical costs. State how this change will affect. Okay, state how change will affect. Okay. എന്താണ് സംഭവിക്കുന്നത്? Company decide to change the accounting policy of the valuation of the non-current asset to fair value, from fair value to historical cost. Okay. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ചേഞ്ച് ഇൻ ദ പോളിസി, ഓക്കെ, or correction of error is applied retrospectively. കമ്പനി എന്താണ്? അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്യാണ്. നോൺ കറണ്ട് അസറ്റ്സിനെ ഫെയർ വാല്യൂ നിന്നും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലേക്ക് വാല്യുവേഷൻ മാറ്റുകയാണ്. അപ്പൊ എന്താ വരിക? ഇറ്റ് ഇസ് എ റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ്. അതിന്റെ ചേഞ്ചസ് റെട്രോസ്പെക്റ്റീവ്. കമ്പനി ഡിസ്കവേഴ്സ് എ ഫണ്ടമെന്റൽ എറർ ഓൺ ദ വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി, അഗെയിൻ റെട്രോസ്പെക്റ്റീവ്, ബിക്കോസ് ഇറ്റ് ഇസ് എ എറർ പ്രയർ പീരീഡ് എറർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോയി റെക്ടിഫൈ ചെയ്യണം. സോ എനി ചേഞ്ച് വിച്ച് ഇസ് എൻ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച്, അല്ലെങ്കിൽ എനി ചേഞ്ച് which is an error, due to an error, it should be adjusted retrospectively. Okay. So the correct answer will be both retrospectively. Question number 14. Company statement of the financial position at 31st December X4 included a land at a cost of $200,000 and a deferred tax liability at $60,000. On 1st March, the land was professionally valued at $25,000. The valuation was incorporated into the financial statement for the 31st December X5. Sorry. No other non-current assets have been revalued. Other taxable temporary difference increased during the year ended to 31st December X5 by $40,000. The relevant tax rate. Relevant tax rate is 20%. What are the balances of the 31st December on the revaluation surplus and the deferred tax liability? Deferred tax liability balances എന്തൊക്കെയാണ്? അപ്പൊ റീവാലുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റീവാലുവേഷൻ നടന്നിട്ടുണ്ട്, അപ്പൊ എന്താ സംഭവിക്കുക? there will be a deferred tax liability. അറിയാലോ, റീവാലുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ there is definitely a deferred tax liability. So when there is revaluation, there will be deferred tax liability. ഓക്കെ. അപ്പൊ ആദ്യം ഞാനിപ്പോ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ ബാലൻസ് ആണ്. കാരണം അതാണ് ഈസി ടു ഫസ്റ്റ് കാൽക്കുലേറ്റ്. അപ്പൊ എത്രയാണ്? ഓപ്പണിംഗ് ഒന്നും തന്നിട്ടില്ല അല്ലെ? ഓപ്പണിംഗ് തന്നിട്ടുണ്ടോ? Deferred tax liability എത്രയുണ്ടായിരുന്നു? At 31st March included a land and a deferred tax liability of 60,000. Okay, 60,000 ആണ്. So 60,000 ആണ്. Opening will be 60,000 ആണ് deferred tax liability. We need to add due to revaluation.
എത്രയാണ് റീവാലുവേഷൻ കാരണം ആഡ് ചെയ്യണം? എത്ര ആഡ് ചെയ്യണം? എത്രയാ വരുന്നത് റീവാലുവേഷൻ കാരണം? റീവാലുവേഷൻ കാരണം എത്രയാ വരുന്നത്? എത്രയാ റീവാല്യൂഡ് ആയത്? സോ ഇറ്റ് വാസ് റീവാല്യൂഡ്. ദ ലാൻഡ് വാസ് പ്രൊഫഷണലി വാല്യൂഡ് അറ്റ് 250,000. നേരത്തെ എത്രയായിരുന്നു? ക്യാരിങ് എമൗണ്ട് ഓഫ് ലാൻഡ് വാസ് 50,000, 200,000. സോ 250 മൈനസ് 200, സോ എത്രയാ വരുന്നത്? 50,000. അതിന്റെ എത്ര പെർസെൻറ്റേജ്? 20%. സോ 50,000 into 20% will increase the value of the liability. Again to this, what we will add? Again to this, നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? Due to other temporary difference. Other temporary difference. എത്രയാണ് other temporary difference? 40,000. So 40,000 into 20%. എത്രയാ വരുന്നത്? 8,000. So total closing deferred tax liability will be 78,000. Closing deferred tax liability will be 78,000. അപ്പൊ ഇതില് നമുക്ക് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി എലിമിനേറ്റ്, ഡി എലിമിനേറ്റ് ചെയ്യാം. സോ ഓപ്ഷൻ ബി ആൻഡ് സി ഇതായിരിക്കും എന്തായാലും ഒരു കറക്റ്റ് ആൻസർ. അത് കഴിഞ്ഞ് റീവാലുവേഷൻ സർപ്ലസിന്റെ ബാലൻസ് എന്താണ്? സോ റീവാലുവേഷന്റെ ബാലൻസ് വരുന്നത് എങ്ങനെയാ? നമ്മളുടെ റീവാലുവേഷൻ ഓഫ് ലാൻഡ് എത്രയായിരുന്നു? 250,000 minus 200,000. So revaluation is 50,000. ഇതിൽ നിന്നും deferred tax on revaluation should be reduced 20%. So revaluation surplus in the balance in SOFP will be 40,000. ഇത് തന്നെയായിരിക്കും OCIയിലും പോകുന്നത്. ഇതിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റ് അസറ്റ് 50,000, ക്രെഡിറ്റ് റീവാലുവേഷൻ ഗെയിൻ എത്രയാ വരുന്നത്? 40,000, ക്രെഡിറ്റ് deferred tax liability 10,000. So 50,000 in the 20%. Okay. Any questions? Okay. ബാക്കിയുള്ളവരോ? നിഖിൽ, ബെറ്റി, ബാക്കി ആരാളെ? അനിത, നെബിൻ. Okay. All right. Good. Last question in section A. A 60% owned subsidiary sold goods to its parents. Wonderful question. Unrealized profit markup. At a markup of 25% on the cost during the year ended 30th September X5. 1/5 of these goods remained unsold at 30th September June X5. What is the debit adjustment to be made to the group's retained earnings to be reflected for the unrealized profit in inventory? Retained earnings എത്രയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഇതാണ് ക്വസ്റ്റ്യൻ. സോ വെരി സിമ്പിൾ. യു ടേക്ക് ദ സെയിൽ പ്രൈസ്. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ആണ് ബാലൻസ് ഉള്ളത്? 1/5. സോ യു ടേക്ക് ദ സെയിൽ പ്രൈസ്. അതിൽ നിന്ന് മാർക്കപ്പ് എടുക്കുക. സോ ഇത് മാർക്കപ്പാണ്. ആൻഡ് സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 150,000. എങ്ങനെയാണ് ഇത് സെയിൽ പ്രൈസ് ആണെന്ന് പറഞ്ഞത്? സബ്സിഡറി സോൾഡ് ഗുഡ്സ് ടു ഇറ്റ്സ് പേരന്റ് അറ്റ് 150,000. സോ സബ്സിഡറി എത്രയ്ക്കാണ് സെല് ചെയ്തത്? 150,000. അപ്പൊ അതെന്തായി? സെയിൽ പ്രൈസ് ആയി. സോ ക്വസ്റ്റ്യൻ നമ്പർ 15, സെയിൽ പ്രൈസ് എടുക്കുക, വിച്ച് ഇസ് 150,000. ഓക്കെ, വിച്ച് ഇസ് അറ്റ് മാർക്കപ്പ് ആണ്. മാർക്കപ്പ് എത്രയാ പറയുന്നത്? 25%. അപ്പൊ എന്താ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്? കോസ്റ്റിനെ വി ഷുഡ് അസ്യൂം ആസ് 100. കോസ്റ്റിനെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യണം? 100 ആയിട്ട് അസ്യൂം ചെയ്യണം. പ്രോഫിറ്റിന് എത്രയായിട്ട് അസ്യൂം ചെയ്യണം? 25. അപ്പൊ സെയിൽ പ്രൈസ് എത്രയായി? 100 + 25, 125. സോ ഇതിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് വിൽ ബി 150 ഇൻറ്റു 150,000, sorry, 150,000 into 25 divided by 125. 150,000 into 25 divided by 125.
കോസ്റ്റ് എത്രയായിരിക്കും? 150 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 125. 150 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 125. ഇതാണ് പ്രോഫിറ്റ്. പക്ഷേ ഇതിൽ എൻറ്റയർ പ്രോഫിറ്റ് എടുക്കണോ? നോ, ഓൺലി ദ പ്രോഫിറ്റ് വിച്ച് ആർ ഫോർ ദ പ്രൊഡക്ട്സ് അൺസോൾഡ്. അൺസോൾഡ് എത്രയാ? 1/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/5. സോറി, ഇത് എക്സൽ ആയതുകൊണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. 1/5. ഓക്കെ, അപ്പൊ അൺസോൾഡ് പ്രോഫിറ്റ് എത്രയാ വരുന്നത്? അൺസോൾഡ് പ്രോഫിറ്റ് എത്രയാ വരുന്നത്? 30,000 ഇൻറ്റു 1/5 വിച്ച് ഇസ് 6,000. പക്ഷെ കഴിഞ്ഞിട്ടില്ല. പേരന്റിന്റെ റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ എത്ര അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോർമലി എന്താ ചെയ്യാറ്? വർക്കിങ്ങിൽ ഇതെടുത്തിട്ട് എന്ത് ചെയ്യും? സബ്സിഡറിയുടെ റീറ്റെയിൻഡ് ഏർണിംഗ്സിൽ കൊണ്ടേ റെഡ്യൂസ് ചെയ്യും. കാരണം സബ്സിഡറി പ്രോഫിറ്റ് ഉണ്ടാക്കി, അതുകൊണ്ട് സബ്സിഡറിയുടെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് നമ്മൾ എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യുക എന്ന് നമ്മൾ പറയും. സബ്സിഡിയുടെ റീറ്റെയിൻഡ് ഏർണിംഗ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പേരന്റിന് അതിന് 60% കിട്ടുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയറക്ട്ലി എത്രയാണ് പേരന്റിന്റെ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിംഗ്സിലേക്ക് എത്ര നമ്മൾ കുറയ്ക്കണം എന്നുള്ളതാണ്. സോ ഗ്രൂപ്പ് ഷെയർ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് ഷെയർ എത്രയാ വരുന്നത്? ഗ്രൂപ്പ് ഷെയർ ഇസ് 60%. So this is the unrealized profit, which is into 1/5. Group share എത്രയാ വരുന്നത്? 6,000 into 60%, which is 3,600. കറക്റ്റ് ആൻസർ എത്രയാ വരുന്നത്? 3,600 ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്വിക്ക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ പ്രൈസ് എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ 1/5 into 25 ഡിവൈഡഡ് ബൈ 125 into 60%. ഒറ്റയടിക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, പക്ഷെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ആദ്യമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? വണ്ടർഫുൾ. സോ സെക്ഷൻ എ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, സോ അത് അപ്പോഴത്തേക്ക് നമ്മുടെ സമയം കഴിയാറായി. ഓക്കെ, ഇന്ന് നാളെ ഞാൻ ട്രാവൽ ആയതുകൊണ്ട് കുറച്ച് സമയമായിരിക്കും എടുക്കുക. സാറ്റർഡേ ഓൺവേർഡ്സ് വിൽ ഹാവ് ഡെഫിനറ്റ്ലി എ ബിറ്റ് മോർ ഡീറ്റെയിൽ സെഷൻ, നോട്ട് എൻ ഇഷ്യൂ അറ്റ് ഓൾ. ജോയിൻ ചെയ്യുക സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഓഫ് ദിസ് ക്ലാസ്സസ്. നമുക്ക് സാറ്റർഡേ നമുക്ക് സെക്ഷൻ ബി കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ ഇനി ഫാസ്റ്റർ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇത് ഓൺവേർഡ്സ് നമ്മൾ സെക്ഷൻ എ ബി ചെയ്യുമ്പോൾ ഒറ്റയടിക്കായിരിക്കും നമ്മൾ തീർക്കുക. 60 ക്വസ്റ്റ്യൻസ് ഒറ്റ ക്ലാസ്സിൽ തന്നെ തീർക്കും. വിത്ത് 2 hours ഓഫ് ക്ലാസ്സസ് വി വിൽ ഫിനിഷ് ഓഫ് ദി എൻറ്റയർ സെക്ഷൻ എ ആൻഡ് ബി. റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് റിവൈസ് ചെയ്യുക, റിവൈസ് ചെയ്തിട്ട് വരിക. ആൻഡ് നിങ്ങൾക്ക് ടോപ്പിക്ക് കൺസിസ്റ്റൻസി കുറേ ക്വസ്റ്റ്യൻസ്, നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ്സ് ഈസിയർ ഇഫ് യു റിവൈസ് ആൻഡ് കം. മോർ ക്വസ്റ്റ്യൻസ് യു ഡു, മോർ ക്വസ്റ്റ്യൻസ് ഓർ മോർ ചാൻസസ് ഓഫ് യു പാസിംഗ് ദ പേപ്പർ. സോ അത് മാത്രം കയ്യിൽ ശ്രദ്ധിക്കുക. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പം നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഫോർ ദ നെക്സ്റ്റ് 1 week. ആസ് ഐ ടോൾഡ് യു, ലാസ്റ്റ് വീക്ക് ഫ്യൂ ഡേയ്സ് മുമ്പായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ജക്ട് റിവിഷൻ ചെയ്യുന്നത്. സബ്ജക്ട് റിവിഷൻ എൻറ്റയർ സബ്ജക്ട് ഞാൻ എന്ത് ചെയ്യുന്നു? 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുൾ സബ്ജക്ട് നമ്മളത് റിവൈസ് ചെയ്യുന്നു, ഇൻക്ലൂഡിങ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, ഇൻക്ലൂഡിങ് സിംഗിൾ എൻറ്റിറ്റി അഡ്ജസ്റ്റ്മെന്റ്, ഇൻക്ലൂഡിങ് ക്യാഷ് ഫ്ലോ. അപ്പോൾ എന്ത് പറ്റും? എക്സാമിന് തലേദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കേൾക്കുമ്പോൾ അതൊരു ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് തന്നെ ആവും. ഒരു 2 hours വെറുതെ കേട്ടിരുന്നാൽ മതി, ജോയിൻ ചെയ്താൽ മതി. ഈവൻ ഇഫ് യു ആർ റിലാക്സ്ഡ്, നോട്ട് എൻ ഇഷ്യൂ അറ്റ് ഓൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഒന്നുമില്ലെങ്കിലും കേട്ടിരുന്നാൽ തന്നെ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, so that we'll stop for today. Thank you so much for joining. We'll meet day after tomorrow, Saturday. Thank you. Okay.